ഡോക്ടർ ആകാതെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വർക്ക് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. എങ്ങനെയെന്നല്ലേ? BSc OT and AT എന്നുള്ള കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ ആവാണ്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ഈ കോഴ്സ്? ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്? എന്തൊക്കെയാണ് ഈ കോഴ്സിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്? കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? എവിടെയൊക്കെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും? ഇന്ത്യയിലും എബ്രോഡും ചാൻസസ് ഉണ്ടോ? സാലറി എങ്ങനെയാണ്? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് BSc OT and AT? ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. ഇതൊരു 4 വർഷം വരുന്ന പാരാമെഡിക്കൽ കോഴ്സാണ്. ഈ ഒരു കോഴ്സ് പഠിക്കുന്നവർ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് സർജറി നടക്കുന്ന ടൈം നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യുക, ദെൻ മെഡിസിൻ ലോഡ് ചെയ്യുക. ഇപ്പോൾ അനസ്തേഷ്യ കൊടുത്തിട്ടായിരിക്കുമല്ലോ നോർമലി സർജറീസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഡിസിൻ ലോഡ് ചെയ്യുക, ഡോക്ടറിനെ അസിസ്റ്റന്റ് ചെയ്യുക, പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യുക. ഇതാണ് മെയിനായിട്ട് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 4 വർഷമാണ്. 3 വർഷ ക്ലാസ് പ്ലസ് 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പ് ആണ് വരുന്നത്. ആർക്കൊക്കെയാണ് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കുന്നത്? നോർമലി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 50% മാർക്കുള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും BSc OT and AT കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി അതർ സ്ട്രീം എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് ഡിപ്ലോമ OT and AT കോഴ്സ് പഠിക്കാനായിട്ടും സാധിക്കും. BSc OT and AT എന്നുള്ളത് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള കോഴ്സാണ്. ഈ കമ്പൈൻഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്? നിങ്ങൾക്ക് 2 ഡിപ്പാർട്ട്മെന്റ്സിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനായിട്ടും അതുപോലെ തന്നെ അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ടും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്തൊക്കെ സബ്ജക്ട്സ് ആണ് ഈ ഒരു കോഴ്സിനകത്ത് പഠിക്കാനായിട്ട് വരുന്നതെന്ന് നോക്കാം. നോർമലി പാരാമെഡിക്കലിൽ എല്ലാം തന്നെ ഫസ്റ്റ് ഇയർ കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. ഈ 3 സബ്ജക്ട്സുമാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ സബ്ജക്ട്സ് ആണ് ഈ ഒരു കോഴ്സിനകത്ത് പഠിക്കേണ്ടതായിട്ട് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഇയർ പാരാമെഡിക്കലിൽ എല്ലാം തന്നെ ഫിസിയോളജി, ബയോകെമിസ്ട്രി, അനാട്ടമി ഈ ഒരു 3 ഡിപ്പാർട്ട്മെന്റ്സുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ തിയറിയും പഠിക്കണം, അതിനോടൊപ്പം തന്നെ പ്രാക്ടിക്കൽസും പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി സെക്കൻഡ് ഇയറിൽ ഏതൊക്കെ സബ്ജക്ട്സ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. മെഡിസിൻ റിവലന്റ് ടു OT and AT ടെക്നീഷ്യൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് അനസ്തേഷ്യൻ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. ഈ 3 ഡിപ്പാർട്ട്മെന്റ്സുമാണ് നമുക്ക് സെക്കൻഡ് ഇയർ പഠിക്കേണ്ടി വരുന്നത്. സെക്കൻഡ് ഇയർ മുതൽ നമുക്ക് ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഡയറക്റ്റ് പേഷ്യൻസുമായിട്ടുള്ള കണക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഡയറക്റ്റ് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പോയി നിന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി 3-ാമത്തെ വർഷം പഠിക്കുന്നത് അനസ്തേഷ്യൻ ആൻഡ് ഓപ്പറേഷൻ ടെക്നോളജി. ക്ലിനിക്കൽ പഠിക്കുന്നുണ്ട്, അഡ്വാൻസ്ഡ് പഠിക്കുന്നുണ്ട്, അപ്ലൈഡ് പഠിക്കുന്നുണ്ട്. ഈ 3 ഡിപ്പാർട്ട്മെന്റുമാണ് നമ്മൾ തേർഡ് ഇയറിലോട്ട് പഠിക്കേണ്ടി വരുന്നത്. ഇതിനോടൊപ്പം ക്ലിനിക്കൽസും നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങളൊരു അനസ്തേഷ്യ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ആയിട്ട് മാറുന്നു. ഈ 3 വർഷത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഇനി ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പഠിക്കുന്ന കോളേജിൽ ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പോകുന്നതെങ്കിൽ ഏത് ഹോസ്പിറ്റലുമായിട്ടാണ് കോളേജ് ടൈപ്പ് ആയിരിക്കുന്നതെന്ന് നോക്കണം. അവിടെ എങ്ങനെ പ്രാക്ടിക്കൽസ് കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു പാരാമെഡിക്കൽ കോഴ്സാണ്, മെഡിക്കൽ ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മൾ തിയറി മാത്രം പഠിച്ചുകൊണ്ട് ഈ ഒരു കോഴ്സ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. പ്രാക്ടിക്കൽസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കോളേജുകളിൽ മാത്രം ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതെന്ന് നോക്കുക. മെയിനായിട്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറുകളിൽ കോളേജ് ചൂസ് ചെയ്യുന്നതാണ് വളരെയധികം നല്ലത്. കാരണം നിങ്ങൾക്ക് പുറത്തു പോയി വർക്ക് ചെയ്യണമെങ്കിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോയി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കോഴ്സ് കഴിഞ്ഞാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗവൺമെൻറ്റും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും നിങ്ങൾക്ക് ഓപ്പറേഷൻ ടെക്നീഷ്യൻ അല്ലെങ്കിൽ അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മെഡിക്കൽ കോളേജുകളിൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ, ട്രോമ കെയർ സെൻ്ററുകളിലും, ഓപ്പറേഷൻ തിയേറ്റർ യൂണിറ്റ്സിനകത്ത്, ICUവിനകത്ത് ഇവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇന്ത്യയിലും എബ്രോഡും ചാൻസസ് എങ്ങനെയാണ്? ഇന്ത്യയിലും എബ്രോഡും ഒരേപോലെ ചാൻസസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് BSc OT and AT. ഗൾഫ് കൺട്രീസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി UK, കാനഡ പോലെയുള്ള കൺട്രികളിൽ ലൈസൻസിങ് എക്സാം ഉണ്ട്. അത് കൊടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പോയി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ്? ഒരു ഡോക്ടർ ആവാതെ തന്നെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പോയി നിന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് BSc OT ആൻഡ് AT എന്നുള്ള കോഴ്സിനകത്ത് വരുന്നത്. മെഡിക്കൽ ഫീൽഡിൽ സർജറി സൈഡിലുള്ള കരിയർ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് BSc OT ആൻഡ് AT. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലോ, എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്ന് അറിയണമെങ്കിലോ, കോളേജസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെങ്കിലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.